ഹോല മിഗോസ് കമേസ്ഥാൻ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ ഗൈസ്? അങ്ങനെ ഫൈനലി നമ്മളെ ഒരു ചെറിയൊരു ആഗ്രഹം നടക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിനു ചെറിയ ട്രിപ്പ് പോവാണ് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക പാക്കിങ്ങിലാണ്. നാളെ, അതായത് ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം 4:25 ട്രെയിൻ ഉണ്ട്. അതിൽ പോകും. അതിൽ പോയിട്ട് ഡൽഹിയിൽ ഇറങ്ങും. ഡൽഹിയിൽ ഇറങ്ങിയിട്ട് ഡൽഹിയിൽ നിന്ന് കസോളിൽ നിന്ന് കുറച്ച് നേരം ഒരു ദിവസം സ്റ്റേ അടിച്ചതിന് ശേഷം കസോളിൽ നിന്ന് പിന്നെ മണാലിയിൽ നിന്ന് പിന്നെ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് മണാലിയിൽ നിന്ന് നമ്മൾ നേരെ കാശ്മീരിലോട്ട്, അതായത് ശ്രീനഗറിലോട്ട് നമ്മൾ നടന്ന് പോകും. 1500 കിലോമീറ്റർ. അതാണ് ബേസിക്കലി പറഞ്ഞ നമ്മുടെ പ്ലാന്. അപ്പോൾ യെസ് ഗൈസ്, അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇഷ്ടംപോലെ സാധനങ്ങൾ റെഡിയാക്കാണ്ട്. അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ട് ലോങ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ടാവും. എല്ലാ ദിവസവും ഓരോന്നായിട്ട് ഉണ്ടാവും. മേ ബി ഇവിടുന്ന് അങ്ങോട്ട് ലോങ് വീഡിയോസ് ആയിരിക്കും ഇനി കൂടുതലുണ്ടാവുക. ഞങ്ങൾക്ക് ഷോർട്ട് വീഡിയോസൊക്കെ ആണെങ്കിൽ അധികം ഇൻസ്റ്റയിലൊക്കെ പോയി നോക്കിയാലേ കിട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം. അപ്പോൾ പരിപാടി എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ആണിപ്പോൾ നമ്മൾ പരിപാടി. ഇഷ്ടംപോലെ ഡ്രസ്സ് ഇവിടെ വെച്ചാൽ ട്രക്കിങ്ങിൻ്റെ ഷൂ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളൂ. അതേപോലെ എന്തൊക്കെയൊക്കെ ഇവിടെ സാധനങ്ങളുണ്ട്. ഇത്രയും ലിസ്റ്റ് ഞാൻ വെറുതെ ഇട്ട് വെച്ചുകൊണു. ഇതിൽ ഇനി എല്ലാതും ടിക്കറ്റ് ഇങ്ങനെ പോകണം. അതൊക്കെ എടുത്ത് വെക്കണം പറഞ്ഞാൽ. പിന്നെ എന്താ ട്രക്കിങ്ങിൻ്റെ സ്റ്റിക്ക് ഇതാ. അങ്ങനെ ഒരു സാധനങ്ങൾ മൊത്തം ഉണ്ട്. ഇനി ഇതൊക്കെ പാക്ക് ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറുതായിട്ട് ഈ പാക്ക് ചെയ്യണ ഒരു കാണിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ മുടി വെട്ടിയെന്ന് സത്യം പറഞ്ഞാൽ ട്രിപ്പ് പോകണ കാരണമാണ്. കാരണം മുടി ഫുള്ള് ഡാമേജ് ആയിരുന്നത് അത്രക്കും ഡാമേജായി. ഇങ്ങനെ കാക്കിയാൽ 10 മണിയൊക്കെ കൈ വരും. പിന്നെ ഇത് ഈ ട്രിപ്പും കൂടെ ആകുമ്പോൾ നമ്മളെന്താ വെച്ചാൽ കൂടുതൽ വയർക്കൊക്കെ ചെയ്യില്ല. അപ്പോൾ അത്യാവശ്യം നല്ല മുടി കൊയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ മൊട്ടയൊക്കെ ആവും. അതുകൊണ്ട് പിന്നെ ഈ ഒരു ഇതിക്കാണ് വെട്ടിയതാണ്. എനിക്കറിയാം ഇത് കുറച്ചൊക്കെ ബോറായി പറഞ്ഞാൽ എന്താ വേവി പോലെ ഇരിക്കുകയാണെങ്കിൽ നാക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെത് അത്യാവശ്യം ഒരു സിൽക്കി ഹെയറാണ്. അതുകൊണ്ട് അങ്ങനെ നിൽക്കണില്ല പണ്ടാരോ. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. പിന്നെ ഇതാണ് നമ്മൾ ട്രിപ്പിൻ്റെ ഒരു ചെറിയൊരു പോസ്റ്റർ പോലത്തെ സംഭവം. മണാലി ടു ശ്രീനഗർ ബൈ വാക്ക്. ഇതാണ് എൻ്റെ ഇപ്പോൾ വരുന്ന ചെങ്ങായി. ഇത് AI വെച്ചുണ്ടാക്കിയതാണ്. 1500 കിലോമീറ്റർ. നമ്മളിതിൽ 2 സന്ദേശം കൂടി കൊടുക്കുന്നുണ്ട്. ഒന്നാമത് ഫിറ്റായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു മെസ്സേജും, രണ്ടാമത് സേ നോ ടു ഡ്രഗ്സ്. യെസ്, അതന്നെ, സേ നോ ടു ഡ്രഗ്സ്. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്, സോ വി ഡോണ്ട് യൂസ് ദാറ്റ്. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞാൻ എന്താ കാണിച്ചില്ല നിങ്ങൾക്ക്? ഇതിപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ വരാം. ഓക്കെ. 1 2 3 ഗൈസ്. അങ്ങനെ ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഈ ചെറിയ ബാഗ് കുത്തി കയറ്റണം. അതാണ് വലിയ ടാസ്ക്. ഇത് എങ്ങനെ എല്ലമ്പാടി കൊള്ളിക്കാന്നറിയില്ല. ഈ ഊക്കിലേല ചിലപ്പോൾ കൊണ്ടുപോകുള്ളൂ. ഇതൊക്കെ പറ്റേയും കൊണ്ടുപോകുള്ളൂ. പിന്നെന്താ എന്തൊക്കെയൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിക്കണേ. അതൊക്കെ നമുക്ക് പറ്റുകയാണെങ്കിൽ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വെക്കും. കാരണം നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ കൂടുതൽ ലഗേജ് ആയ ഭയങ്കര സീനാണ്. പുറമൊക്കെ പൊളിയും, അല്ലെങ്കിൽ ആകെ എത്ര ഉള്ളൂ. ഈ പോയി വരുമ്പോൾ മറ്റേ ആടുജീവിതം പോലെയൊക്കെ ആവും. പറയാൻ പറ്റില്ലേ. ഒന്നാമതേ എത്ര ഉള്ളൂ, അതാണ് സംഭവം. അപ്പോൾ കൂടുതൽ ലഗേജ് കൊണ്ട് പോണതും സീനാണ്. അപ്പോൾ ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നാളെ വൈകുന്നേരം ഇനിയിപ്പോൾ പോവും. നാളെ വൈകുന്നേരം ആവണം, അതാണ്. അപ്പോൾ എന്തൊക്കെയൊക്കെ ചെയ്യട്ടെ. നമ്മൾ ഒന്നാമത് എന്താ വെച്ചാൽ ഈ വീഡിയോ ഞാൻ അങ്ങനെ ഇത് പാട്ടൊക്കെ ഇട്ടാണ് ഇങ്ങനെ ആസ്വദിച്ച് ചാടി കളിച്ചൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ എന്താ പറയുക, ഈ യൂട്യൂബിലാണെങ്കിൽ ഈ കോപ്പറേറ്റ് ഇട്ടുകൊണ്ട് ഈ പാട്ടിട്ടാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇൻസ്റ്റയിൽ പിന്നെ സീനില്ല. യൂട്യൂബിലാകുമ്പോൾ ഈ പാട്ടിട്ട് നിർത്തിക്കാണ്ട് ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് വലിയ സീൻ. അതുകൊണ്ട് ഇങ്ങനെ ഈ വീഡിയോ എടുക്കാൻ മടിയാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഇതൊക്കെ കൊള്ളിക്കാൻ പറ്റുമോ നോക്കട്ടെ. ചെറുതായിട്ട് മനസ്സിലാം. ഇത് കുറച്ച് സൺസ്ക്രീനും പിന്നെ സ്പ്രേ യൂക്കിലോട് വെറുതെ വെച്ചിരിക്കണ്. ട്രൈപോഡ്, പവർ ബാങ്ക്, സ്റ്റിക്ക്, നടക്കാനുള്ള ഷൂസ്, ഇതൊക്കെ. പിന്നെ സ്ലീപ്പിംഗ് ബാഗുണ്ട്, ബാഗ്, കുറേ പാൻറ്റുണ്ട്, പിന്നെ നമ്മുടെ ജാക്കറ്റ്, ചെറിയൊരു ബാഗ് വേറെ, അവിടെ കുറച്ച് ഡ്രസ്സ്, തൊപ്പി, ഇതൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ സംഭവം. ഇനി ഒഴിവാക്കാനുണ്ടാവും മാക്സിമം. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊള്ളിയില്ലെങ്കിലൊക്കെ എടുത്ത് ഒഴിവാക്കേണ്ടി വരും. അതാണൊക്കെ. ഓക്കെ ഗൈസ്, അങ്ങനെ എന്താ പറയുക, പാക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ
എങ്ങനെയാന്ന് വെച്ചാൽ എന്നെ കണ്ടിക്കണ് എന്നെ കണ്ടു. നമ്മളിത് അങ്ങനെ കുറേ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാണ്. ഞാൻ അതൊക്കെ ഇങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ ഓരോന്ന് ബാക്കിയാണ്. ഇതെല്ലാം പാടി കൊള്ളുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കാട്ടാന്നൊരു ഐഡിയ. സാധനങ്ങൾ കുറക്കേണ്ടി വരും. ഇതൊക്കെ താങ്ങി പിടിച്ച് നടക്കും വേണം. അത് വലിയ ഇടങ്ങാറ്. എന്താ നോക്കട്ടെ, ഇന്നിങ്ങനെ ഇട്ട് നോക്കട്ടെ. ഓക്കെ, കുറച്ചായിട്ട് കാണാം. അങ്ങനെ ഇതാണ് ഇപ്പോൾ ബാഗിൻ്റെ കോലം എന്ന് പറയണത്. ഈ ബാഗിൻ്റെ പ്രസവിക്കാനായ പോലെ അമ്മാതിരി കാലമുണ്ട്, കുറച്ച് കാലമുണ്ട്. അത്യാവശ്യം നല്ല ലഗേജ് വയ്ക്കണം. നമുക്ക് കുറക്കാൻ പറ്റും നോക്കാം. കുറച്ചൊക്കെ വെച്ചിട്ടുള്ളൂ, അത്യാവശ്യം നല്ല കാലമുണ്ട്. പക്ഷേ അവിടെ എത്തുമ്പോൾ കുറേ തണുപ്പിൻ്റെ സാധനം, കുറേ ഡ്രസ്സ് യൂസ് ചെയ്യണോണ്ട് കുറേ കാലം കുറയും. അതിൻ്റെ ഒരു വിഷയമാണ്. അത് തണുപ്പത്തിട്ടുള്ള ഫുഡിൻ്റെ അങ്ങനത്തെ കാലമാണ്. എന്തായാലും നോക്കട്ടെ, എന്താവും ഒന്നും അറിയില്ല. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, നമുക്കിങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. 1500 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. പിന്നെ ഹെൽത്തും റെഡി ആവണം, എന്നാലൊക്കെ നടക്കുള്ളൂ. എന്താണ് നമ്മളെ കൊണ്ടാക്കാന്ന് വരുന്നില്ല, കൊണ്ടാക്കാൻ ഇതൊക്കെയാ എന്താ പറയാനുള്ളത്? ഞാൻ ഫോണിനെ പറ്റി സ്കൂളിൽ പോടാ. അച്ഛനെ എന്താ കേട്ടെ? ഞാൻ പോവാൻ കയ്യ എന്നിട്ട് പോടാ. ബൈ ബൈ. നമ്മളെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കി, ഇതിൻ്റെ വലുപ്പം നോക്കിയത്. സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ വെച്ച് സെറ്റാക്കിയാണ്. 2 വെള്ളം, വാട്ടർ ബോട്ടിൽ, അങ്ങനെ ഇതിനുള്ളിൽ പിന്നെ കുറേ സാധനങ്ങളും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് സൈസ് നല്ലോണം ഉണ്ട്. പിന്നെ ഇത് ക്യാരി ചെയ്യണം, ക്യാരി ചെയ്ത് നടന്നു പോകണം. അത് വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെ പറ്റുമൊക്കെ ചെയ്യും, എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും ഫസ്റ്റത്തെ ഒരാഴ്ച നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ റെഡി ആയിപ്പോകും എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു സൈസ് കണ്ടിട്ടാണ്. ഇതാണെങ്കിൽ ഇത്ര മറ്റേ ആനയുടെ അത്ര തടിയുള്ള ഒരു ബാഗും ഒരു ജിറാഫിൻ്റെ കൗത്തിൻ്റെ അത്ര മണ്ണുള്ള ഞാനിതിട്ടാണ് നടക്കണം. നമുക്ക് നടക്കണേന് പ്രശ്നമൊന്നുമില്ല. ഫുൾ കോൺഫിഡൻസ് ആണ്. നമ്മൾ എന്തായാലും നടക്കും, അത്രേ ഉള്ളൂ. നെഗറ്റീവ് ഒന്നാമത് നമ്മളെ മൈൻഡ് സെറ്റാണ് ഏറ്റവും. മൈൻഡ് സെറ്റ് വീക്കായാൽ എല്ലാതും വീക്കായി. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം, എന്നാലും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ. നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പോകുള്ളൂ. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം. ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഇതൊന്ന് ഇതിട്ട് നടന്നോട്ട് കുറച്ച് നേരം. അമ്മേ കിട്ടട്ടെ. സംബന്ധിച്ചാൽ ഇതിങ്ങനെ ബാക്കൊക്കെ വലിച്ചിട്ടുണ്ട്. ഞാൻ നേരെ നടക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കുന്നുള്ള കയറാമുണ്ട്. അപ്പോൾ നല്ലോണം അത് ബാക്കൊക്കെ വലിക്കും, നല്ലോണം വലിക്കും. നമ്മൾ സ്റ്റിക്ക് ഉണ്ടായതുകൊണ്ട് സീല്ല, സ്റ്റിക്ക് പിടിച്ച് നടന്നാൽ മതി. കുറച്ചാൽ നടന്നോട്ടെ. ഇത്ര അല്പണ്ട്. പോകല്ലേ ഇങ്ങനെ നടന്നാലേ. ഇതെന്ത് മറ്റേ വലിയ ലോഡായിട്ട് നടക്കണ പോലെയാണ്. ഇത് പാർക്ക് ചെയ്യാനും വേണം സ്ഥലം. നമുക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ ഒന്ന് കയറി നോക്കട്ടെ. അങ്ങനെ അവിടെ ഫുള്ളും മല ഇങ്ങനെ കയറണ്ടേ. ഇവിടെ 4-3 സ്റ്റെപ്പ് കയറി വെച്ചിട്ടൊന്നും ആവില്ലല്ലോ. അവിടെ അത്രക്കും വലിയ ഉയരത്തിൽ നടക്കാണല്ലേ. വെറുതെ കയറി വെക്കാം. ശരിയേട്ടാ, ബാക്കിൽ ചെറുതായിട്ട് വലിക്കണുണ്ട് കനം കൊണ്ടേ. എന്ത് കുറക്കാനൊന്നും ഇല്ല ഇതിൽ. ഡ്രസ്സൊക്കെ ഞാൻ പരമാവധി കുറച്ചു. ഞാനാകെ 4 പാൻറ്റും 3 പാൻറ്റ് എടുത്തിട്ടുള്ളൂ. അതിലൊരു പാൻറ്റ് ഇട്ട് പോകുമ്പോൾ അപ്പം അങ്ങനെ 4. പിന്നെ കുറച്ച് ടീഷർട്ട്, ഒരു 4-5 ടീഷർട്ട്, 2 കട്ടിയുള്ള ഹുഡി ഉണ്ട്. പിന്നെ ഒരു ജാക്കറ്റ് ഉണ്ട്, ജാക്കറ്റ് അത്യാവശ്യം സൈസുണ്ട്. പിന്നെന്താ എടുത്തത്? പിന്നെ അണ്ടർവെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സാധനങ്ങളൊക്കെ ഉള്ളൂ. മരുന്ന് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. അവിടെ ഇത്ര കാനുണ്ട്, അത് ഞാൻ ആലോചിക്കുന്നത്. എന്താവുന്നാവോ. തിരിച്ച് അടിക്കനെ പോട്ടെ. ഇതിങ്ങനെ എന്താ പറയുക, ഇതിങ്ങനെ ആൾക്കാരെ വേദം തട്ടാതെ പോവാൻ തന്നെ വലിയ എടുക്കാറ. അയ്യോ
അപ്പോൾ ഗൈസ് ഒക്കെ റെഡിയായി, ഇനി പോകാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഓക്കെ, ഇനി അങ്ങോട്ട് വീഡിയോസ് ഉണ്ടാവും ഡെയിലി ഇൻഷാല്ലാ ചിലപ്പോൾ. അപ്പോൾ നെറ്റും റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഇനി പോണ തൊട്ട് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, പ്ലീസ്.